യഥാർത്ഥ സംഭവങ്ങൾ എന്നും സിനിമയായി മാറുമ്പോൾ അത് വല്ലാത്തൊരു കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ചങ്കിടിപ്പാണ്. അത് കാണാനായിട്ടൊരു വെമ്പലാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമ അതേ കടന്നു വരുന്നു. നരിവേട്ട. പേരിൽ തന്നെ നമ്മൾ അത് പറയുന്നുണ്ട്. സിനിമ പറയുന്ന സംഭവം എന്താണ്? നരിവേട്ട. അതൊരു വേട്ടയാടലിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി 19 നടന്നൊരു സംഭവമുണ്ട്. ഭൂരഹിത സമരം. ഭൂമിയില്ലാത്ത ആദിവാസി ജനവിഭാഗങ്ങൾ പലയിടത്തുനിന്നുമായിട്ട് സംഘടിച്ച് അങ്ങനെ മുത്തങ്ങയിൽ വന്ന് കുടിൽ കെട്ടിയ ഒരു സമരം ചെയ്തു. ആ സമരത്തിലേക്ക് പോലീസ് അങ്ങനെ ഇരച്ചു പാഞ്ഞെത്തി വെടിവെച്ചു. വെടിവെപ്പിനെ തുടർന്ന് ജോഗി എന്ന് പറയുന്ന ആദിവാസി നേതാവ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ വിനോദ് എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളും അവിടെ മരണപ്പെട്ടു പോയി. അങ്ങനെ അതിനെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയും നൂറുകണക്കിന് ആദിവാസി ജനങ്ങൾ അങ്ങനെ ഒരു നരകയാതനയിലൂടെ കടന്നുപോയ നാളുകളായിരുന്നു അന്ന്. ആ 2003 ഫെബ്രുവരി 19 അരങ്ങേറിയ സംഭവത്തെ തുടർന്ന് അന്ന് CK ജാനുവും M ഗീതാനന്ദനും ഈ ജനവിഭാഗങ്ങൾക്ക്, ആദിവാസി ജനവിഭാഗത്തിന് മുന്നിൽ നിന്ന് പടപൊരുതുന്ന ഒരു കരുത്ത് കൊടുത്തു. അവർ മുന്നോട്ട് നയിച്ച ആ സമരം അങ്ങനെ പോലീസ് അവർക്കെതിരെ വെടിവെക്കാനായിട്ട് ഉത്തരവിടുകയായിരുന്നു. പോലീസുകാർ ആദ്യം ഇവരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെ പറഞ്ഞെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങൾ അവിടെ നിന്ന് പോയില്ല. പക്ഷെ അവർക്കെതിരെ പോലീസ് അങ്ങനെ വെടിവെപ്പിന് ഒരു ആക്രോശം കൊടുത്തു. അങ്ങനെ ഒരു സംഭവമായി മാറി. കുറേയേറെ ജനങ്ങൾ മർദ്ദനം ഏറ്റുവാങ്ങി. അപ്പൊ അത് ഒരു സിനിമയായി മാറുമ്പോൾ, ഈ സംഭവം ഒരു സിനിമയിലേക്ക് അങ്ങനെ എടുത്തു വെക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ സിനിമയിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്ന പോലീസുകാരനെ അത്രയേറെ നമുക്ക് ആ സംഭവമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അബിൻ ജോസഫാണ്. അബിൻ ജോസഫ് ഒരു ചെറുകഥാകൃത്താണ്. അദ്ദേഹം ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ചെറുകഥകൾ പല മാഗസീൻസുകളായിട്ട് നിരവധിയായിട്ട് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നല്ല ചെറുകഥകളാണ്. ചെറുകഥയ്ക്ക് ഒരു ത്രില്ലുണ്ട്, ലഹരിയുണ്ട്, കരുത്തുണ്ട്. അപ്പൊ ആ ഒരു എഴുത്തിന്റെ ചെറുകഥാകൃത്തിന്റെ എഴുത്തിന്റെ ശക്തി ഈ സിനിമയിൽ തിരക്കഥയിൽ നമുക്ക് കാണാനായിട്ട് കാത്തിരിക്കാം. അതുപോലെ തന്നെ അനുരാജ് മനോഹറാണ് ഇതിന്റെ സംവിധാനം. ഈ ചിത്രത്തിലൂടെ അങ്ങനെ ഒരു വമ്പൻ എന്താ പറയണേ, കഴിഞ്ഞു പോയ കാലത്ത് നടന്ന സംഭവങ്ങളെയൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ യുവതലമുറയൊക്കെ കണ്ടിരിക്കേണ്ട സംഭവമാണത്. വർഗീസ് പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ രഘുറാം കേശവനായിട്ട് DIG രഘുറാം കേശവായിട്ട് ചേരനും കൂടി അഭിനയിക്കുന്നു. ബഷീർ അഹമ്മദ് എന്ന ഹെഡ് കോൺസ്റ്റബിളായിട്ട് സുരാജും കൂടി അഭിനയിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ചിത്രം. ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് കടന്നു വരേണ്ടതാണ്. നമുക്ക് എപ്പോഴും ഫാന്റസി ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അടിച്ചുപൊളി മൂടിപ്പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെയൊക്കെ നമ്മൾ മറന്നു പോകും. അത്തരത്തിലുള്ള ഒരു മറവി ഇല്ലാത്ത തരത്തിലുള്ള വരുന്ന ഒരു നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു നട്ടലുണ്ടാവും, തിരക്കഥയുടെ ബലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബിൻ K ജോസഫിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കുന്നു. അപ്പൊ പഴയ മുത്തങ്ങ സമരത്തിന്റെ ഓർമ്മകളെ, മുറിവിനെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുവരുന്ന നരിവേട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.